സൂറത്തു ത്വാഹയിലെ 114-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് സൂറത്തുൽ ഇസ്രായിലെ 24-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം. ഇത് രണ്ടും പ്രാർത്ഥന പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലാം റ, സുക്കൂൻ ചെയ്ത ലാമിന് ശേഷം തൊട്ടടുത്തായിട്ട് എന്ത് വരിക? ഹറക്കത്തുള്ള ഒരു റാ വരിക. സുക്കൂനുള്ള ലാം, തൊട്ടടുത്ത് ഹറക്കത്തുള്ള റ. എങ്ങനെയാണ് ഇതിനെ പാരായണം ചെയ്യുക? തജ്വീദിലേക്ക് വരുമ്പോൾ ഇതിന്റെ പേരെന്താണ്? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ പാരായണം ചെയ്യണം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ എന്താണ് വായിക്കുന്നത്? കുൽ റബ്ബി, അല്ലെ? കുൽ റബ്ബി. എന്നാൽ ഖുർആനിലേക്ക് വരുമ്പോൾ, തജ്വീദിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ലാമിനെ എന്താക്കാൻ പാടില്ല? ഉച്ചരിക്കാൻ പാടില്ല. ഈ സുക്കൂനുള്ള ലാമിനെ നമ്മൾ ഈ റാലോട്ട്, ഹർക്കത്തുള്ള റാലോട്ട് പൂർണ്ണമായി ലയിപ്പിച്ച് റാക്ക് എന്ത് കൊടുക്കണം? ശബ്ദം കൊടുത്തുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. നമ്മൾ ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അലം നഖ്ലുക്കും എന്ന് പറയുന്ന ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചിരുന്നു. സുക്കൂനുള്ള കാഫിനെ നമ്മൾ എന്താക്കി? കാഫിലോട്ട് പൂർണ്ണമായി ലയിപ്പിച്ചു. അതേ സംഭവം തന്നെയാണ് ഇവിടെയും നടക്കേണ്ടത്. സുക്കൂനുള്ള ലാമിനെ നമ്മൾ എന്താക്കും? റായിലോട്ട് നമ്മൾ അങ്ങനെ തന്നെ ലയിപ്പിക്കും. കുൽ റബ്ബി എന്നുള്ളത് എങ്ങനെ പാരായണം ചെയ്യണം? ഖുർ റബ്ബി, ഖുർ റബ്ബി. വഖുർ റബ്ബി സിദ്നി ഇൽമാ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി ഖുർ റബ്ബി അഅലം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഖുർആനില്. അപ്പോ സുക്കൂനുള്ള ലാമിന് ശേഷം ഹറക്കത്തുള്ള റ വന്നു കഴിഞ്ഞാൽ ലാമിനെ നമ്മൾ ഉച്ചരിക്കാതെ ലാമിനെ റാലോട്ട് പൂർണ്ണമായി ലയിപ്പിച്ച് റാക്ക് എന്താക്കണം? ശബ്ദ കൊടുത്തുകൊണ്ട് ഉച്ചരിക്കണം. ഈ നിയമത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ സക്തിന്റെ ഭാഗത്തിൽ പഠിച്ചിരുന്നു, സൂറത്തുൽ മുത്തഫിഫീനിലെ 14-ാമത്തെ ആയത്ത്. അവിടെ സക്തി നിർബന്ധമായതുകൊണ്ട് ഇദ്ഗാം നമ്മൾ എന്താക്കണം? ഒഴിവാക്കണം. കാണാത്തവര് ആ വീഡിയോ പോയിട്ടൊന്ന് കാണുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.